إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും രഹസ്യ പരസ്യ മേഖലകളിലുമെല്ലാം ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളായി ജീവിക്കുകയും അങ്ങനെ തന്നെ വിട പറഞ്ഞു പോകുന്ന വിജയികളിൽ നമ്മെ ചേർക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലെ നമ്മളൊക്കെ നേരിട്ട വലിയ മുസീബത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. അവിടുത്തെ വഫാത്തിൻ്റെ ആദ്യ രോഗം ബക്കിയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത്, ബക്കി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ
മറമാടുന്ന മദീന പള്ളിയുടെ ഓരത്തുള്ള ശ്മശാന ഭൂമിയാണ്. അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴുള്ള തലവേദനയായിരുന്നു വഫാത്തിൻ്റെ ആദ്യ രോഗം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അസ്വസ്ഥതകൾ അധികരിക്കുകയായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു വെക്കുകയുണ്ടായി. രോഗം അധികരിച്ച സമയത്ത് ഹബീബായ നമ്മുടെ നേതാവിൻ്റെ മറ്റു ഭാര്യമാരുടെ പെർമിഷൻ പ്രകാരം ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് മാറുകയാണ്. അവിടെ എത്തി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുകയാണ്. മുഅവ്വിദത്തൈനി ആയിരുന്നു ആയിഷ ബീവി ഓതിയത്. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങളിൽപ്പെട്ട ഒരു മന്ത്രമാണ് മുഅവ്വിദത്തൈൻ. അതുപോലെ ഒട്ടനവധി മന്ത്രങ്ങൾ വേറെയുമുണ്ട്. രോഗമോ മറ്റു പ്രയാസങ്ങളോ നമ്മളിലുണ്ടാകുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥനകളാണ് മന്ത്രങ്ങൾ. ചിലത് കൈകളിൽ ഊതി തടവേണ്ടതുണ്ട്, ചിലത് ഊതേണ്ടതില്ല, വെറുതെ ചൊല്ലേണ്ടതുണ്ട്. അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെയുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക കൂടിയാണ്. മുഅവ്വിദത്തൈനി ഓതുക, അത് മറ്റുള്ളവരോട് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രങ്ങളെ പരിഹസിക്കുകയും അതൊക്കെ ശിർക്കാണ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. എന്നാൽ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അതിര് കവിഞ്ഞതുപോലെ തന്നെ മന്ത്രത്തിൻ്റെ വിഷയത്തിലും അതിര് കവിഞ്ഞവർ മറ്റൊരു ഭാഗത്തുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരുന്നു കൊണ്ട് ആയിഷ ബീവി മുഅവ്വിദത്തൈനി ഓതുകയാണ്. മുഅവ്വിദത്തൈനി ഓതിയിട്ട് അവിടുന്ന് ചെയ്തത്, ഊതിയത് നേരെ നബിയുടെ കയ്യിലേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് മുഅവ്വിദത്തൈനി പോലും ഓതാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത്ര പ്രയാസത്തിലാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുന്ന് അനുഭവിച്ച പ്രയാസങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ആയിഷ ബീവി നബിയുടെ കയ്യിലേക്ക് ഊതിയത്? ആയിഷ ബീവിയുടെ കൈകളേക്കാൾ ബറക്കത്തുള്ള കൈകളാണ്, ഷറഫാക്കപ്പെട്ട കൈകളാണ് മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ. അതിലൊന്നും ഒരു സംശയവും വേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടുത്തെ കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിച്ച് തടവി കൊടുക്കുകയാണ്. എത്രത്തോളം പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. എത്രത്തോളം എന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വരെ പറഞ്ഞു, മാ റഅയ്തു അഹദൻ അശദ്ദു അലൈഹിൽ വജഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആ സമയത്ത്, ഞാനിത് മന്ത്രിച്ചു കൊടുക്കുന്ന സമയത്ത്, നമ്മുടെ നേതാവ് അനുഭവിക്കുന്ന അത്ര പ്രയാസം ഒരാളും അനുഭവിക്കുന്നത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അത്ര പ്രയാസത്തിലായിരുന്നു. നമ്മൾക്കിതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല ഈ മിമ്പറിൽ നിന്ന്. അത്രത്തോളം പ്രയാസത്തിലായിരുന്നു. പനിയായിരുന്നു. പനി ബാധിച്ച് പുതച്ച് കിടക്കുന്നൊരവസ്ഥ. പ്രത്യേകിച്ച് അറേബ്യൻ നാടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നല്ല ചൂടുള്ള നാടുകളാണ്. അവിടെയൊക്കെ പനിച്ച് പുതച്ച് കിടക്കണമെങ്കിലേ എത്രത്തോളം പ്രയാസത്തിലായിരിക്കും അവിടെ നിന്നുണ്ടായിട്ടുണ്ടാവുക അല്ലേ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന് പറയുന്ന സഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കാലുകളെക്കുറിച്ചാണ് മുത്തുനബി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചെറിയ കാലുകൾ, ഉയരം കുറഞ്ഞ സ്കെൽട്ടായ കാലുള്ള സഹാബിയായിരുന്നു. നാളെ സ്വർഗത്തിൽ അല്ലെങ്കിൽ നാളെ പരലോകത്ത് ഉഹദ് മലയോളം ഖനം തൂങ്ങുന്ന കാലുകളാണത് എന്നാണ്. അത്രത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അള്ളാഹുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ ഇബ്നു മസ്ഊദിനെ സമീപിക്കട്ടെ എന്നൊക്കെ ഒരുപാട് ഫളല് പറഞ്ഞ ഇബ്നു മസ്ഊദിൻ്റെ ചരിത്രമൊക്കെ ശ്രദ്ധേയമാണ്. അതൊക്കെ വായിച്ചു നോക്കിയാൽ
നമ്മുടെ രോമം ഇങ്ങനെ എടീറ്റ് നിൽക്കുന്ന ചരിത്രമാണ്. പക്ഷെ അദ്ദേഹം നമ്മളെ പള്ളിക്കൊക്കെ കയറി വന്നാലേ നമ്മൾ ചോദിക്കും, ഇദ്ദേഹം ആയിരുന്നോ ആ മഹാമനുഷ്യൻ? അത്രത്തോളം ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു. ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിന് സുഖമില്ലാത്ത സമയത്ത് അവിടത്തേക്ക് പ്രവേശിച്ച് വരികയാണ്, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. അദ്ദേഹം തന്നെ പറയാൻ, എന്നിട്ട് നബിയെ കണ്ടപാടെ അദ്ദേഹം പറഞ്ഞു, വഹുവ യുഅഖു ശദീദാ, ഓ നബിയെ താങ്കൾ വല്ലാത്ത കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ടല്ലേ, കഠിനമായ പനിയുണ്ടല്ലേ, പ്രയാസമുണ്ടല്ലേ. ആ സമയത്ത് ഫമസിസ്തുഹു ബിയദി, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ മുത്തു നേതാവിനെ ഒന്ന് ഫമസിസ്തു, ഞാനൊന്ന് തൊട്ടു. അതൊക്കെ വലിയ സൗഭാഗ്യമാണല്ലേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലൊന്നിങ്ങനെ തൊടുക. ഒരു ദീപാജും ഒരു പട്ടും ഞാൻ ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല ഹബീബായ റസൂലുള്ളാഹിയുടെ ശരീരത്തേക്കാൾ സോഫ്റ്റായത് എന്ന് പറഞ്ഞ ആ പൂമേനയിൽ മഹാനായ ഇബ്നു മസ്ഊദ് തൊടുകയാണ്. ആ സമയത്ത് ഫഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു, നബിയേ ഇന്നക ലതുഅഖ്വഅക ശദീദാ, കഠിനമായ പനിയുണ്ടല്ലോ. ആ സമയത്ത് മെല്ലെ സംസാരിക്കുകയാണ് മുത്തു നേതാവ്, അജൽ അതേ ഇബ്നു മസ്ഊദേ, അതെ അതെ, ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ 2 പേർക്ക് പനിക്കുന്ന പനിയാണ് എനിക്ക് പനിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഖുൽതു ദാലിക അന്ന ലക അജ്റൈൻ, ആ സമയത്ത് ഇബ്നു മസ്ഊദ് പറയാണ്, അങ്ങനെയാണെങ്കിൽ നബിയെ നിങ്ങൾക്ക് 2 പേരുടെ കൂലി കിട്ടുമല്ലോ. അവരൊക്കെ ചിന്തിക്കുന്ന തലങ്ങൾ കണ്ടോ നിങ്ങൾ? അപ്പം നിങ്ങൾക്ക് 2 ആളെ കൂലി കിട്ടുമല്ലോ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അതെ അജൽ അതെ. ആ സമയത്ത് അവിടുന്ന് പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യുസീബു അദം മിൻ മറളിൻ ഫമാ സിവാഹു ഇല്ലാ ഖത്തല്ലാഹു സയ്യിഹാതിഹി കമാ തഹുത്തു ശജറതു വറഖഹാ. അവിടെയാണത് പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ഹദീസാണ്. അതായത് ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എന്തു തന്നെയാകട്ടെ, അതവനെ ബാധിക്കുന്നില്ല. എങ്ങനെയല്ലാതെ ഓരോ സെക്കൻഡും അവനിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. സഹോദരങ്ങൾ, അതാ പറഞ്ഞത്, വിശ്വാസിക്കുന്നില്ല ഒരു വിഷയത്തിൽ ഓവർ ടെൻഷൻ ഉണ്ടാവില്ല. ഒരു രോഗം വന്നാലടക്കം പാപങ്ങൾ അതിലൂടെ കൊഴിഞ്ഞു പോകുന്ന പറഞ്ഞത്. എങ്ങനെ കൊഴിഞ്ഞു പോകും? ഒരു ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇപ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലും ശാരീരികമായിട്ട് വേദനകളോ രോഗങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ നീയത്തിൽ ഇത് ക്ഷമിച്ചോക്കാം. ഏത് നീയത്തിൽ? എൻ്റെ റബ്ബ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ച ഒരു പരീക്ഷണമാണത്, പഴിക്കല്ല വേണ്ടത്. ഇതിലൂടെ എനിക്ക് ഹൈറുണ്ടാവും, എൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. എങ്ങനെ കൊഴിഞ്ഞു പോകും? ഒരു ഇല മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ വീഴുന്നത് പോലെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഈ പനി അതികഠിനമായ സമയത്ത് പോലും ഈ ഉമ്മത്തിന് നല്ല തത്വങ്ങൾ പറഞ്ഞു തരികയായിരുന്നു അല്ലേ? ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പനി വല്ലാതെ അധികരിച്ചപ്പോഴേ തൻ്റെ കൂടെയുള്ള ഭാര്യമാരോട് അവിടുന്ന് പറഞ്ഞു, എന്ത്? അരീഖൂ അലയ്യ മിൻ സബ്ഇ കിറബിൻ, 7 കിണറുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് എൻ്റെ തലയിലൂടെ ഒഴിക്കൂ. ഈ 7 കിണറിൽ നിന്ന് 7 പാത്രം വെള്ളം. ഇതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് പണ്ഡിതന്മാരാരും പറയുന്നില്ല. നബി അത് പറഞ്ഞു, സഹാബികളത് ചെയ്തു. എത്രത്തോളം എന്നറിയങ്ങൾ? ശരീരം മുഴുവനൊന്ന് നനയാൻ വേണ്ടി. അത്ര ചൂടുണ്ടായിരുന്നു എന്നാണ്. എന്തിനാണ് 7 പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറഞ്ഞതെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിനെ ഒരു വലിയ പാത്രം കൊണ്ടുവന്ന് അതിലേക്ക് പിടിച്ചിരുത്തിന, എന്നിട്ട് റസൂലുള്ള പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയിലൂടെ ഞങ്ങൾ 7 പാത്രം വെള്ളം ഒഴിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, മതി, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു, ഇനി മതി. അൻ ഖദ് ഫഅൽതുന്ന, ഭാര്യമാരോടാ പറഞ്ഞു, നിങ്ങൾ ചെയ്തല്ലോ, മതി. എന്നിട്ട് കുറച്ച് പനി ആശ്വാസമായി. എന്നിട്ട് എന്താ ഇനി പരിപാടി എന്നറിയാം? ഞങ്ങൾ കാത്തു നിൽക്കുന്നൊരു വലിയ സമൂഹമുണ്ട് പുറത്ത്. അത് മറ്റാരുമല്ല, അവിടത്തേക്ക് ജീവൻ പകുത്തു നൽകാൻ വരെ തയ്യാറായ
സഹാബ റളിയല്ലാഹു അൻഹും. അവരിലേക്ക് പോകാനാണ് ഈ കാട്ടുന്നത്, അല്ലേ? സുമ്മ ഖറജ ഇലന്നാസ്, എന്നിട്ട് ജനങ്ങളിലേക്കാണ് പോകുകയാണ്. ഈ നാസ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, സഹാബികളാണ്. അവരടുക്കിലേക്ക് പോയി. ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി അല്ലദീ മാത ഫീഹി ആസിബൻ റഅസഹു ബിഖിർഖത്തിൻ. എത്രത്തോളം എന്നറിയോ? പള്ളിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് തലയിൽ ഒരു നനഞ്ഞ ഒരു വെള്ളത്തിലൊരു ശീല മുക്കിയിട്ട് അത് നനച്ചിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടാണ് പോയതെന്നാ. അങ്ങനെയാണ് പോയത് ചൂട് കുറയാൻ വേണ്ടി. ഫഖഅദ അലൽ മിമ്പർ. ഇബ്നു അബ്ബാസ് പറയാണ്, മുത്തനബി വന്ന് നേരെ മദീന പള്ളിയിലെ മിമ്പറിൽ ഇരുന്നിട്ട് ഹംദും സലാത്തൊക്കെ ചൊല്ലി, ഹമിദല്ലാഹ്. എന്നിട്ട് ഒരു സംസാരം, എന്തൊക്കെയോ സഹാബികളോട് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അബൂബക്കറാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ സഹായിച്ചവരിൽ മുൻപിൽ ആരാളുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറയാണ്, വലൗ കുൻത മുത്തഖിദൻ മിനൻ നാസി ഖലീല ലത്തഖസ്തു അബൂബക്കർ. ഞാൻ ജനങ്ങളിൽ നിന്നൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ അത് മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖിനെയായിരുന്നു എന്ന് അവിടുന്ന് ആ പ്രയാസമുള്ള സമയത്ത് സഹാബികളെ ആ ശീലൊക്കെ ഇങ്ങനെ വലിച്ച് നെറ്റിമക്കടി ഇങ്ങനെ കെട്ടിയ ആ സമയത്ത് ഈ പറയണത് നോക്കൂ നിങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറയാണ്, നിങ്ങളെല്ലാവരും ഈ പള്ളിയിലേക്കുള്ള ഹുല്ലത്തുകളൊക്കെ അടക്കം പറഞ്ഞു. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ സഹാബികൾക്ക് കയറി വരാനുണ്ടായിരുന്ന ചെറിയ ചെറിയ കവാടങ്ങളാണ്. മദീന മിമ്പറിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് പറയണം, എല്ലാ ഹുല്ലത്തും അടക്കുക. ഏത് മാത്രം അടക്കരുത്? ഏത് ഹൗഖത്ത് മാത്രം അടക്കരുത്? ഹൗഖത്തി അബീബക്കർ, അബൂബക്കറിൻ്റെ ഹൗഖത്ത് മാത്രം അടക്കരുത്. അതായത് സഹാബികൾക്ക് ഓരോ തബക്കുകൾ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അവർ നബിയുടെ അടുക്കിലേക്ക് കയറി വരിക. ആദ്യം നബിയിൽ വിശ്വസിച്ച, അതും കഠിനമായി റസൂലുള്ളാഹിൻ്റെ കൂടെ നിലനിന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് കയറി വരാൻ ചില ഡോറുകൾ മദീന പള്ളിക്ക് ഉണ്ടായിരുന്നു. അത് ഏറ്റവും തൊട്ടടുത്തുള്ള ഡോർ ആരതാ? അബൂബക്കറിൻ്റെയാണ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ നബി പറഞ്ഞെന്താ? എല്ലാ കവാടം അടച്ചോ, അബൂബക്കറിൻ്റേത് മാത്രം അടക്കണ്ട. ഇതൊക്കെ ചില സൂചനകളായിരുന്നു. എന്തിൻ്റെ സൂചനകൾ? റസൂലുള്ളാഹിൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ പിൻഗാമിയായി വരേണ്ടതാര് എന്നുള്ളതിൻ്റെ സൂചനകളായിരുന്നു ഇതൊക്കെ. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാരൊക്കെ പറയണത് കാണാൻ പറ്റും. ഒട്ടനവധി കാലം മദീന പള്ളിയിൽ ആ ഹൗഖത്ത് ഉണ്ടായിരുന്നതാണ്, ആ കവാടം. ഇപ്പോഴും ആ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഹൗഖത്തു അബീബക്കർ. മദീന പള്ളിയുടെ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മുത്തവമാരോട് ചോദിച്ച് പറഞ്ഞു തരും, എവിടെയാണ് ഹൗഖത്തു അബീബക്കർ, ഒരു കാണിച്ചു തരും. പക്ഷേ അന്നത്തെ പള്ളിയല്ല ഇന്ന്. അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഓലമേഞ്ഞ പള്ളി. ഇന്ന് നമുക്കറിയാലോ എത്രത്തോളം മാറിയെന്ന്. അതേ ഖുതുബയിൽ അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞ അതേ ഖുതുബയിൽ പിന്നെ റസൂലുള്ള പരാമർശിച്ചത് ആരെന്നറിയോ? മദീനക്കാരെയാണ്, അൻസാറുകളെയാണ്. അൻസാറുകളാരാ? അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഓതിയത്, 59-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. അൻസാറുകളെക്കുറിച്ച് വായിക്കാൻ ആ ഒറ്റ ആയത്തിൻ്റെ കുറച്ച് ഭാഗം മതി. ആരാ അൻസാറുകൾ? വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തിനില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ചവർ. മദീനയിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞു വന്ന മുഹാജിറുകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആളുകളാണ് ആര്? മുഹാജിറുകൾ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, 2 ഭാര്യയുള്ളവർക്ക് ഞാൻ 1 ഭാര്യനെ തരാം. അങ്ങനൊന്നും ആരും പറയരുത്, അങ്ങനെ സംഗതിയല്ല. എന്താ ഭാര്യമാർക്കൊന്നും ഒരു വിലയില്ലേ? അത് ലൈഫാണ് സംഭവം. ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി നിർത്തണം, ആവർത്തിക്കരുത്. എന്നാൽ അതിൻ്റെ അപ്പുറം സഹോദരങ്ങളെ, അവർ സമ്പത്ത് കൊടുത്തു, വീട്ടിൽ ഇടം കൊടുത്തു, ജോലി ചെയ്യാനുള്ള സ്ഥലങ്ങൾ കൊടുത്തു. അതൊക്കെ അൻസാറുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞത്, സ്വന്തത്തിനില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ചവർ. മദീനയുടെ പാശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം മദീനക്കാർക്ക് ഇന്നും ആ സ്നേഹമുണ്ട്. മക്കക്കാരെ അപേക്ഷിച്ച് മദീനക്കാർക്ക് ഇന്നും പുറമേയുള്ള അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമാണ്. അത് അനുഭവിച്ചവർക്കറിയാം. ആ അൻസാറുകളെ കുറിച്ച് പറഞ്ഞെന്താ? ഉസീക്കും ബിൽ അൻസാർ. അൻസാറുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് തരികയാണെന്ന് പറഞ്ഞത്.
അൻസാറുകളെ റസൂലുള്ള പൊക്കി പറയാ. എത്രത്തോളം എന്നറിയങ്ങൾ? ഫഇന്നഹും ഖരീശി വഗൈബതി, അവരെൻ്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞു. അൻസാറുകൾ എൻ്റെ സ്വന്തം ആളുകളാണ്. വഖദ് ഖലത്തുല്ലദി അലൈഹിം, അവരുടെ മേലുള്ള ബാധ്യതകളൊക്കെ ഓല് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മേലുള്ള എല്ലാ ബാധ്യതകളും അവർ ചെയ്തു കഴിഞ്ഞു. വബഖിയല്ലദീ ലഹും, ഇനി അവരോട് നമുക്ക് ചെയ്യാനുള്ള ചില ബാധ്യതകളുണ്ട്, അതാണ് ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞത്. മദീനക്കാരെല്ലാം പൂർത്തിയാക്കി. അത്ര നല്ല മനുഷ്യരായിരുന്നു. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിൽ പറഞ്ഞ ഹദീസിൽ പറഞ്ഞു, ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ, അൻസാറുകളെ സ്നേഹിക്കുക. അന്ന് മദീനയിലുണ്ടായിരുന്ന സഹാബികളോട് ഇവിടുന്ന് ഒരു സ്നേഹം പ്രകടിപ്പിച്ചാൽ അത് ഈമാൻ്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഖുതുബ കഴിഞ്ഞു. വീണ്ടും ചില മണിക്കൂറുകൾ മുന്നോട്ട് പിന്നിട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രോഗം കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. എത്രത്തോളം എന്നറിയോ? അപ്പോൾ പള്ളിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് തലയിൽ കൂടി വെള്ളം ഒഴിച്ച് വരാൻ പറ്റി, ഒരു ശീലമൊക്കെ കെട്ടിയിട്ട്. പക്ഷേ അതിനും പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അതിനും പറ്റാത്തൊരവസ്ഥയായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത പൂതി, നടക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കണം, ചെറിയ ചെറിയ കാരണങ്ങളാൽ ജമാഅത്ത് മിസ്സാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരോടല്ല ഞാൻ പറയണേ, സഹോദരങ്ങളോടാണ് പറയണേ. അല്ലേ, ലൊഹറിന് എന്താ പള്ളിയിൽ വരാത്തെന്ന് ചോദിക്കാൻ അതൊരു അർത്ഥമുള്ള ചോദ്യമല്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും യാത്രയിലായിരിക്കും, അസറിനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, മഗ്‌രിബിക്കും ചിലപ്പോൾ പുറത്തായിരിക്കും. അല്ലേ, യാത്ര കഴിഞ്ഞ് ഇശായിൻ്റെ രാത്രി വന്നിട്ടുണ്ടാവുക. ഓക്കെ, സുബഹിക്ക് നമ്മളെവിടെയാണ്? മുനാഫിക്കുകളായ ആളുകൾക്ക് ഏറ്റവും അസ്കലായ നമസ്കാരം സുബഹിയും ഇശാവുമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീകൾ മാറി ചിന്തിച്ചോട്ടോ. എത്രത്തോളം അറിയങ്ങളെ, തീരെ സുഖമില്ലാതെ കിടന്നിട്ട് പോലും, അതായത് അന്നത്തെ സുബഹി ജമായത്ത് കിട്ടിയാൽ അവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണെന്നാണ്. ഒരു ജമായത്ത് പോയതിൻ്റെ പേരിൽ മരണം വരെ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ നേതാവ് അനസ് ബിൻ മാലിക്. അതും തുസ്തർ യുദ്ധവേളയിൽ അന്നത്തെ മുസ്ലിങ്ങളുടെ അമീറായിരുന്ന അദ്ദേഹം മാസങ്ങളോളം ജൂതന്മാരുമായി കോട്ട വളഞ്ഞ് പിന്നീട് വിജയത്തിൻ്റെ വെന്നിക്കൊടി പറത്തിയപ്പോൾ താക്കോൽ കൈമാറുന്ന സമയം സുബഹിയുടെ സമയമായിരുന്നു. ആ സമയത്ത് അമീർ എന്ന നിലക്ക് അദ്ദേഹം തന്നെ വാങ്ങണം. പക്ഷെ കുറച്ച് സമയം ലേറ്റായപ്പോൾ മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരുന്നു. അതോർത്തുകൊണ്ട് മരണം വരെ കരഞ്ഞ ആളുകളുടെ പിൻഗാമികളാണ് നമ്മൾ. നമുക്കൊരു സുബഹി പോയാൽ വിഷമമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ എവിടെയാ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കടന്നുകൊണ്ട് ചോദിക്കുകയാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ ബീവിയോട് മാത്രമല്ല, ഭാര്യമാരോടൊക്കെയാണ് ആ ചോദ്യം. ആയിഷ ഉമ്മയുടെ ഹുജറ എവിടെയാണ്? അല്ലാഹുവിൻ്റെ റസൂലുള്ളാന്റെ മിമ്പറും അവിടുത്തെ ഹുജറയും അവിടുത്തെ ഖബറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള. ആ റൗളയിൽ വെച്ച് നമസ്കരിക്കൽ പ്രത്യേക പുണ്യമുണ്ട്. ചില ആളുകൾ വിചാരിച്ചത് റൗള എന്ന് പറഞ്ഞ നബിൻ്റെ ഖബറാന്നാണ്. അല്ല, റൗള എന്ന് പറഞ്ഞാൽ അതുണ്ട്. പക്ഷേ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോപ്പ, ഒരു കുറച്ച് സ്ഥലം. റസൂലുള്ളാന്റെ മിമ്പർ ഇന്നും ആ മിമ്പർ അവിടെ തന്നെയാണ്. ആ മിമ്പറും റസൂലുള്ളാന്റെ ഖബറും നിൽക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് റൗള. അവിടെ നടന്ന വീട്ടിലേക്ക് എത്താൻ പറ്റുമേ. ആ വീട്ടിൽ നിന്ന് ഹുജറയിൽ നിന്ന് വരെ പുറത്തിറങ്ങി വരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രയാസം. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു വേണ്ടപ്പെട്ട ഒരു സംഗതി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അല്ലേ, അതായോ എന്തായി എന്നൊക്കെ അന്വേഷണം ഉണ്ടാവൂലേ? റസൂലുള്ളാഹിക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പോകാൻ പറ്റായിട്ടേ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കാൻ, ജനങ്ങൾ നിസ്കരിച്ചോ? ഭാര്യമാർ പറഞ്ഞു, ഇല്ല നബി, ഓല് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്, അവർ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ള പറയുന്നു, ലഊനി മാഅൻ ഫിൽ മിഖ്തബി, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ തലയിലൂടെ ഒഴിക്കൂ. സഹാബി വനിതകൾ ഭാര്യമാർ അങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് ആശ്വാസം കിട്ടിയിട്ട് ഡ്രസ്സ് മാറ്റി പള്ളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴോ ഫദഹബ ലിയനൂ,
ഹബീബായ റസൂലുള്ള ബോധം കെട്ടു വീണുപോയി. നിൽക്കാൻ കഴിയണില്ല. റബീഉൽ അവ്വലിൽ നടന്നതാണ്. എന്തായിരുന്നു അല്ലേ ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടി. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയുമോ? നേരത്തെ അതേ ചോദിച്ച ചോദ്യം, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ ഭാര്യമാരെ? അവർ പറഞ്ഞു, ഇല്ല നബിയെ, വഹും യന്തളിറൂന യാ റസൂലല്ലാഹ്, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ജീവനേക്കാൾ നബിയെ സ്നേഹിച്ച, ബദറിലും ഉഹദിലും കളം നിറഞ്ഞ് പോരാടിയ ഈമാനിൻ്റെ നിറകുടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് നബിയെ. എങ്കിൽ വെള്ളമെടുത്ത് എൻ്റെ തലയിലൂടെ ഒഴിക്കൂ, വെള്ളമെടുത്ത് എൻ്റെ തലയിലൂടെ ഒഴിക്കൂ. വീണ്ടും അതാ ഒഴിച്ച് ഡ്രസ്സ് മാറ്റി പള്ളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴോ റസൂലുള്ള വീണ്ടും ബോധരഹിതനായി വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ സംഭവിച്ച അതേപോലെ തന്നെ ബോധം തെളിഞ്ഞു. ചോദ്യം വീണ്ടും മൂന്നാം വട്ടം, അസ്വല്ലന്നാസ്. യുവാവേ, സഹോദര, 10, 50, 60 വയസ്സായവരെ, എന്ത് പറയാൻ പറ്റും നമുക്ക് അള്ളാഹിൻ്റെ കോടതിയിൽ ജമാഅത്ത് മിസാക്കിനെ കുറിച്ച്? ആരാണ് ഈ പറയുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? എന്താ ഈ ചോദിക്കുന്നത്? മൂന്നാമത്തെ വട്ടം ചോദിക്കുകയാണ്, അസ്വല്ലന്നാസ്. നിസ്കരിച്ചോ ജനങ്ങൾ? അവിടെ ഒന്ന് തീരുമാനിച്ചോളിട്ടോ, ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വീഴ്ച ഉണ്ടാവില്ല. ബാങ്ക് കൊടുത്ത് ജമാഅത്തിൻ്റെ സമയം ഞാൻ കട അടക്കും. അതിൻ്റെ അപ്പുറത്ത് ജമാഅത്തിന് പോകാത്ത എൻ്റെ കച്ചവടം ബർക്കത്തില്ല. ഞാൻ പറഞ്ഞല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹോദരങ്ങളെ, നല്ല ശ്രദ്ധിച്ചോളെ. ഇത്ര വാരിക്കൂട്ടിയുടെ എന്താ കാര്യം? അള്ളാഹിൻ്റെ പരലോകത്തേക്കില്ലേ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അല്ലേ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഭാര്യമാർ മൂന്നാം വട്ടവും പറഞ്ഞു, നബിയെ, ഇല്ല, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് നബിയെ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലേ? സഹോദരങ്ങളെ, 4ാം വട്ടം ആവർത്തിക്കുക. വെള്ളം ഒഴിക്കന്നെയാ, പോകാനൊരുങ്ങി വീണു. ആ സമയത്ത് സഹാബത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു അറിയുങ്ങൾ? സഹാബത്തിന് ഇവിടെ നടക്കണമെന്നും അറിയണില്ല. കാരണം അങ്ങോട്ട് ഭാര്യമാരുള്ള ഹുജറയ്ക്കാണ് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. നബിൻ്റെ വീട്ടിൽ കയറുമ്പോൾ കുറേ മര്യാദകളുണ്ട്. അതുകൊണ്ട് ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. സമയമൊക്കെ കഴിഞ്ഞു, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു, നബിയെ കാണുന്നില്ല. എന്താ പള്ളിയിലെ അവസ്ഥ എന്നറിയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിസ്വലാത്തിൽ ഇശാ. ഇശാസ്കാരത്തിൻ്റെ സമയമാണ്. ഇശാസ്കരിക്കാൻ ഞങ്ങൾ മുത്തുനബി ഇപ്പോൾ വരും എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആര്? സഹാബാ കിറാം. ഇനി കഴിയില്ല എന്ന് റസൂലുള്ളാഹിക്ക് ഉറപ്പായി. പരമാവധി നോക്കി, ഒരു മനുഷ്യനല്ലേ. അവസാനം അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തു? ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദൂതനെ അയച്ചു, ഒരാളെ ഒരു മെസ്സഞ്ചറായിട്ട് പറഞ്ഞയച്ചു അല്ലേ? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി കഴിയില്ല, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. ലിഅൻ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനെ ഇമാം നിർത്തിക്കോളി, അബൂബക്കറിനെ ഇമാമത്ത് നിർത്തി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. ആരാ അബൂബക്കർ റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തെ കുറിച്ച് കാണാം, വഖാന റജുലൻ റഖീഖ, വളരെ സോഫ്റ്റായ, പെട്ടെന്ന് വിതുമ്പിക്കരഞ്ഞു പോകുന്ന ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞെന്തറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ കയറി ഇന്ന മിമ്പറിലേക്ക്, മിഹ്റാബിലേക്ക് ഞാൻ കയറൂല. അതുകൊണ്ട് ഉമറേ, നിങ്ങൾ കയറൂ. സല്ലി ബിന്നാസ്, നിങ്ങൾ ജനങ്ങളെ കൂട്ടി നിസ്കരിക്കൂ. ഉടനെ തന്നെ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞപ്പോൾ വീണ്ടും ഒരു സന്ദേശം മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അതെന്താണ്? അത് മറ്റൊന്നുമല്ല, ഹബീബായ റസൂലുള്ളാഹിൻ്റെ കൽപ്പനയാണത് എന്ന് അബൂബക്കറിനെ അറിയിക്കൂ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ നിൽക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്തിൻ്റെ ചില സൂചനകളായിരുന്നു? ഹബീബായ റസൂലുള്ളാഹിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൻ്റെ ഇമാമത്ത്
ഈ ഉമ്മത്തിൻ്റെ നേതൃപദവി അലങ്കരിക്കേണ്ടത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ ഓരോ വശങ്ങളും ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഈ ഉമ്മത്തിന് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മദീന അന്ന് പ്രക്ഷുബ്ധാവസ്ഥയിലായിരുന്നു. മദീന കരഞ്ഞ, മദീന വല്ലാത്തൊരവസ്ഥയിലായി പോയ ദിവസമായിരുന്നു. അന്നൊരിക്കലും നബിയുടെ കാലത്തില്ല എന്ന് പറഞ്ഞ നബിദിനാഘോഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അന്ന് റബീഉൽ അവ്വൽ അവിടെ എന്തായിരുന്നു? ആർക്കും സംശയമില്ലല്ലോ നബി വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. ഒരു മുഫസ്സിറുകളും ഒരു ചരിത്രകാരന്മാരും എതിര് പറഞ്ഞിട്ടില്ല. റബീഉൽ അവ്വൽ ഹിജറ 11-ാം വർഷം ഒരു തിങ്കളാഴ്ച ഒരു ളുഹറിൻ്റെ മുമ്പുള്ള ളുഹാ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടുന്ന് പോയി എന്ന് എല്ലാവരും പറഞ്ഞതാ. ഇതൊക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മളെ സമൂഹം ഇതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഈ മാസത്തെ അടിച്ചു പൊളിച്ചത്, അല്ലേ? അവർ പറയാനുള്ളത് എന്താ? പ്രവാചക സ്നേഹം എന്നാണ്. ശരി, അത് മുത്തുനബിയുടെ ഒരു ഏതെങ്കിലും ഒരു കൗല് കൊണ്ട്, ഒരു മൗനാനുവാദം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ടതാണോ? അല്ല. ഇത് പറയുന്നവരെ പ്രവാചക സ്നേഹികളല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? ക്ഷമിക്കുക തന്നെ. നാളെ പരലോകമുണ്ടല്ലോ, ഹക്കിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഹബീബായ റസൂലുള്ളാഹിയെ നേരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഖലീഫയായി ഇനി അബൂബക്കർ വരണം, റളിയല്ലാഹു അൻഹു വരണം എന്നുള്ളതിന് മറ്റൊരു സൂചനയായിരുന്നു. ഒരു സഹാബി വനിത നബിയുടെ അടുക്കൽ വന്നു. ശ്രദ്ധിക്കണേ, ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. ഒരു സഹാബി വനിത വന്നു. എന്നിട്ട് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അറഅയ്ത ഇൻ ജിഅ്തു വലം അജിദക്. അതായത് അവർക്ക് എന്തോ ഒരു സംശയം. ആ സംശയം നബിയോട് അവർ ദൂരീകരിച്ച് അതെല്ലാം തീർന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇനി വല്ല സംശയവുമുണ്ടെങ്കിൽ, വല്ല സംശയവും ഇനിയുമുണ്ടെങ്കിൽ ഇനിയും ചോദിക്കണം. അപ്പോൾ ആ സഹാബി വനിത പറഞ്ഞ വാക്ക് എന്താ അറിയോ? അതാണ് ആ വാക്ക്, അറഅയ്ത ഇൻ ജിഅ്തു വലം അജിദക്. അല്ലേ? ഇനി ഞാൻ മടങ്ങി വരുമ്പോൾ നബി അങ്ങയെ കണ്ടില്ലെങ്കിലോ? റസൂലുള്ളാഹിന്റെ വഫാത്തിനോട് അടുത്ത രോഗം അനുഭവിച്ചിരിക്കുന്ന സമയമാണ്. ഇനി ഞങ്ങളെ കണ്ടില്ലെങ്കിലോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലം തജിദീനി ഫഅതി അബൂബക്കർ. എന്നെ കണ്ടില്ലെങ്കിൽ അബൂബക്കറിൻ്റെ അരികിലേക്ക് ചെല്ലണം. കണ്ടോ? ഇതും എന്തിൻ്റെ സൂചനയായിരുന്നു? എൻ്റെ കാലം കഴിഞ്ഞാൽ ഖലീഫയാകേണ്ടത് അബൂബക്കറാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു സൂചന. എന്നെ കണ്ടില്ലെങ്കിൽ ഉമറിൻ്റെ അടുത്ത് പോയിക്കോന്നല്ല, എന്നെ കണ്ടില്ലെങ്കിൽ ഉസ്മാനിൻ്റെയും അലിയുടെയും മറ്റാരുടെയെങ്കിലും അടുക്കൽ പോയിക്കോ എന്നല്ല. പിന്നെയോ ഫഅതീനി അബൂബക്കർ, അബൂബക്കറിൻ്റെ അരികിലേക്ക് ചെല്ലുക. അല്ലേ? നോക്കൂ നിങ്ങൾ, ഇതൊരു സൂചനയായിരുന്നു. മാത്രമല്ല സഹാബികൾ അദ്ദേഹത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്താ? ഇദ്ഹുമാ ഫിൽ ഗാർ. എന്തുകൊണ്ട് നമ്മൾക്ക് ഇദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തുകൂടാ? കാരണം എന്താ? റസൂലുള്ളാഹിന്റെ കൂടെ ആ ഹിജറ വേളയിൽ ഗുഹയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലേ? എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നബിയും അബൂബക്കറും എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ ചേർത്തിട്ട്? അതൊക്കെ മനസ്സിലുണ്ട് സഹാബികൾക്ക്. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അലാ വ ഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിഹിം മസാജിദ. വഫാത്തിന്റെ 5 ദിവസം മുമ്പാണ് ഈ സംസാരം. എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്നത് ഉമ്മത്തെ. അലാ വ ഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിഹിം മസാജിദ. ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് ഓരോ മുസ്ലിമും എല്ലാ ദിവസവും പറയുന്നുണ്ട് റബ്ബിനോട്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പിഴച്ചുപോയവരായ,
അതുപോലെ തന്നെ കോപം ലഭിച്ചവരായ ജൂത ക്രിസ്ത്യാനികളില്ലയോ, ആ ജൂത ക്രിസ്ത്യാനികൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറയണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസ്ജിദ, അതുപോലെ നിങ്ങൾ എൻ്റെ ഖബറിനെ ആക്കരുത്. അതായത് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, നേർച്ച വഴിപാടുകൾ നടക്കുന്ന, ഉറൂസുകൾ നടക്കുന്ന, സങ്കടങ്ങൾ പറയുന്ന പല ഖബറുകളുടെയും സമീപത്ത് ജാറങ്ങളിൽ കാണുന്ന പോലെ തവാഫുകൾ, ഭണ്ഡാരപ്പെട്ടികൾ, അല്ലേ, അങ്ങനത്തെ ഒന്നും, ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ നടക്കരുത്. എന്താണിത് പറയാൻ കാരണം? അല്ലേ, ഫഇന്നി അൻഹാക്കും അൻ ദാലിക്, അത് ഞാൻ നിങ്ങളോട് വിരോധിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, പനി കഠിനമായപ്പോൾ പുതപ്പെടുത്ത് മുഖം മറച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മുഖവും കൂടി മറച്ച് കിടക്കാൻ, ശ്വാസം മുട്ടുന്നുണ്ട്. ശ്വാസം മുട്ടുമ്പോൾ ആ പുതപ്പ് തലയിൽ നിന്ന് മാറ്റും. ആയിഷ ബീവി പറയാ, ആ പുതപ്പ് തലയിൽ നിന്ന് മാറ്റും. ആ പുതപ്പ് മാറ്റിയ സമയത്ത് വഫാത്തിൻ്റെ 5-ാമത്തെ ദിവസം, 5 ദിവസങ്ങൾക്ക് മുമ്പ് നബി പറഞ്ഞു അത്ര, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കണ സമയത്ത് പറഞ്ഞതെങ്കിലും നമ്മളെ സമൂഹം കേൾക്കൂലേ? അല്ലെ, നമ്മളെ ആളുകൾ കേൾക്കൂലേ? നമ്മൾ കേൾക്കൂലേ? എത്രയെത്ര സ്ഥലങ്ങളിൽ ആ കൂട്ടരെ വലിയ വലിയ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അതിൻ്റെ മുന്നിൽ ആരാധനകൾ ചെയ്യുന്നത്. സഹോദരങ്ങൾ, ഇതിനൊക്കെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പണ്ഡിത വേഷധാരികളുമുണ്ട്. റസൂലുള്ളാഹി പറയാൻ, എൻ്റെ ഖബറിനെ നിങ്ങൾ അങ്ങനെ ആരാധനയുടെ ഇടമാക്കരുത്. ആയിഷ ബീവി പറയാണ്, യുഹദ്ദിറു, അവിടുന്ന് പേടിപ്പെടുത്തിയതാണ് ഈ ഉമ്മത്തിനെ. മിസ്ലുല്ലദീ സനഊഹു, ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ അവിടുന്ന് പേടിപ്പിച്ചതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖാത്തലഹുമുല്ലാഹു ഖാത്തലല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികൾ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം ഇതൊക്കെ അവിടുത്തെ അവസാന സമയത്ത് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഹബീബായ പ്രവാചകന്റെ ജീവിതത്തെ പൂർണ്ണമായി അനുധാവനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. സഹോദരങ്ങളെ, അത് നാളെയാകാമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട യുവാക്കളെ, സഹോദരങ്ങളെ, കാരണം നമുക്കറിയാം ഓരോ ദിവസവും നമ്മുടെ ഫോണുകളിലേക്ക്, വാട്സപ്പുകളിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മരണവാർത്തകൾ. ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് പോയപ്പോൾ 18 വയസ്സായ 2 കുട്ടികളാണ്. ഞായറാഴ്ച ബൈക്കിൻ്റെ ഷോറൂം തുറക്കാത്ത ദിവസമായിട്ട് പോലും ബൈക്കിൻ്റെ ഷോറൂം അന്ന് തുറപ്പിച്ച് അവർക്ക് ബൈക്കിൽ പോകാനുള്ള താല്പര്യം കൊണ്ട് ആ ലക്ഷക്കണക്കിന് രൂപയുടെ റൈസിംഗ് ബൈക്ക് വാങ്ങിയിട്ട് മറ്റൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് അവർ പോകുന്ന വഴിക്കാണ് മറ്റൊരു ഹെവി വാഹനവുമായി കൂട്ടിയിടിച്ച് 2 പേരും മരണപ്പെട്ടത്. അല്ലേ, ഈ മുനീറാകുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അടുത്ത സെക്കൻഡിൽ എന്ത് കണ്ടില്ലേ? നിൽക്കുന്ന നിൽപ്പിൽ മറിഞ്ഞു വീണ് മരിക്കുന്നവർ. ഒരുങ്ങിയോ? റസൂലുള്ളാഹിനെ പിൻപറ്റി നമ്മൾ ഒരുങ്ങിയോ എന്ന് ആലോചിച്ച് നോക്കുക. ഹബീബായ റസൂലുള്ളാഹിയുടെ അയൽവാസിയായി സ്വർഗത്തിൽ നമുക്ക് കഴിയണ്ടേ? അതിനല്ലേ നമ്മുടെ ജീവിതം? അതിനല്ലേ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു വിട്ടത്? റൂട്ട് മാറിയോ എന്ന് നല്ലവണ്ണം ആലോചിക്കുക. അള്ളാഹുവിലേക്ക് നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ ഈമാനികപരമായി അടുക്കുക. അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകി, അതുപോലെ തന്നെ എന്താ പറയുക, ആയുസ് നൽകി, ആരോഗ്യം നൽകി. അൽഹംദുലില്ലാ, അത് നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം യഥാർത്ഥ മുഅ്മിനീങ്ങളാക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഹക്കിനെ ഹക്കാണെന്ന് മനസ്സിനായാൽ ഏത് പ്രീണനങ്ങളെയും പ്രയാസങ്ങളെയും ഭീഷണികളെയും വകവെക്കാതെ സ്വീകരിക്കുവാനും ബാത്തിലിന് ബാത്തിലാണെന്ന് മനസ്സിലായാൽ അതിൻ്റെ പൂർണ്ണ അവജ്ഞയോടെ അതിനെ തള്ളി യഥാർത്ഥ വഴിയിലൂടെ കടന്നു പോകാനുമുള്ള ഈമാൻ നമുക്ക് നമ്മുടെ സമൂഹത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അല്ലാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാവിജയികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ രോഗികളുണ്ട്, അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, കടക്കണിയിൽ അകപ്പെട്ടവരുണ്ട്, അസ്വസ്ഥതകൾ പേറുന്നവരുണ്ട്. അല്ലാഹു പരിഹാരങ്ങളുടെ വഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. കീറിമുറിക്കുന്ന വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബ് നമ്മെ അവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വിളിച്ചാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന
മഹാവിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakum Allahu khairan.